തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ നവജാത ശിശുവിന്റെ മരണത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അന്വേഷണ സമിതി. കുഞ്ഞിന്റെ അമ്മയുടെയും അച്ഛന്റെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർ ബിന്ദു സുന്ദർ 5000 രൂപ കൈക്കൂലി വാങ്ങിയെന്ന് അച്ഛൻ മൊഴി നൽകി. ഇന്ന് തന്നെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. സൗന്ദര്യ സാജുവുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സൗന്ദര്യ സാജു, ഈ 5000 രൂപ കൈക്കൂലി കൊടുത്തു എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ, അതോ അതൊരു മൊഴി മാത്രമാണോ? സൗന്ദര്യ, അന്വേഷണം തുടങ്ങിയോ? അരുൺ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. SIT ആശുപത്രിയിലെ 3 അംഗ വിദഗ്ധ സമിതിയാണ് ഈ നവജാത ശിശുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ കുഞ്ഞിന്റെ അച്ഛനായ വിനിലിന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. കുഞ്ഞിന്റെ അമ്മ നിരഞ്ജനയുടെ മൊഴിയും ഇന്നലെ രാത്രി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ഇപ്പോൾ നമ്മൾ കണ്ടതാണ് അരുൺ, മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ കുഞ്ഞിന്റെ അച്ഛനായ വിനിൽ തന്നെയാണ് 2 ഘട്ടങ്ങളിലായി ഈ ഡോക്ടർ ബിന്ദു സുന്ദർ, ആരോപണ വിധേയായ ഡോക്ടർ, തന്റെ കയ്യിൽ നിന്നും 5000 രൂപ വീതം, അങ്ങനെ 2 ഘട്ടങ്ങളിലായി 10000 രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം മാധ്യമങ്ങളോടടക്കം പറഞ്ഞത്. അപ്പോൾ ഈ ഒരു മാധ്യമങ്ങളോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊഴി പ്രത്യേക അന്വേഷണ സംഘം എന്തായാലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 ഘട്ടങ്ങളിലായി പണം നൽകി എന്നുള്ള മൊഴി തന്നെയാണ് ഇദ്ദേഹം നൽകുകയും ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ സർക്കാർ ആശുപത്രിയിലെ ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയാണ് ഇവർ എത്തിയത്. അങ്ങനെ ഒരു സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർക്ക് എങ്ങനെയാണ് ഇത്രയധികം രൂപ കൈക്കൂലി വാങ്ങാൻ കഴിയുക എന്നുള്ള ഒരു ചോദ്യം മുന്നിൽ നിൽക്കുകയാണ്. എന്തായാലും കുഞ്ഞിന്റെ അച്ഛന്റെ ആരോപണമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇതിനെ ഡോക്ടർമാരെ കാണുന്നത്. ഇതിന് മറ്റ് തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും ഒക്കെ തന്നെയും പ്രത്യേക അന്വേഷണ സംഘം നടത്തി വരികയാണ്. അത് മാത്രവുമല്ല, ഈ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണവും നടത്തി വരികയാണ്. എന്താണ് ഈ ചികിത്സാ പിഴവാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കുഞ്ഞിനുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂർണ്ണ റിപ്പോർട്ട് അത് ആരോഗ്യ വകുപ്പിന് കൈമാറും. അതിനുശേഷമായിരിക്കും മറ്റെന്തെങ്കിലും നടപടികൾ ഉണ്ടെങ്കിൽ. നമുക്കറിയാം, ഇന്നലെ തന്നെ ഇപ്പോൾ ബിന്ദു സുന്ദറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും സ്ഥലമാറ്റം നൽകുകയും ഒക്കെ തന്നെയും ചെയ്തിട്ടുണ്ട്. വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ നെടുമങ്ങാട് ആശുപത്രിയിലെ നവജാത ശിശുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് നടന്നപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ നടപടി ഉണ്ടായത്. അപ്പോൾ ഇന്നിപ്പോൾ പൂർണ്ണമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമായിരിക്കും കൂടുതൽ എന്തെങ്കിലും നടപടികളിലേക്ക് ആരോഗ്യ വകുപ്പ് അടക്കം കടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരിക. അത് മാത്രമല്ല അരുൺ, ഈ ബിന്ദു സുന്ദർ എന്ന ഡോക്ടറിന്റെ പേരിൽ വരുന്ന ആദ്യത്തെ ഒരു ചികിത്സാ പിഴവ് പരാതി അല്ല ഇത് എന്നുള്ളതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം. ഇതിന് മുൻപ് പല ആളുകളും DMക്കും അതുപോലെ തന്നെ ആശുപത്രി സൂപ്രണ്ടിനും ഒക്കെ തന്നെയും പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ കേസുകളിലൊക്കെ തന്നെയും പ്രത്യേക അന്വേഷണ സംഘം ഒരു അന്വേഷണം നടത്തി വരികയാണ്. താങ്ക് യു. സാന്ത്വന സജുവാണ് വിവരങ്ങൾ നൽകിയത്.